ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാ? അതേ ക്രിമിനൽ സ്വഭാവമല്ലേ? അച്ഛന് പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ സന്തോഷത്തിലായിരുന്നു എന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുന്നില് ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അച്ഛാ? എനിക്ക് അച്ഛനും അമ്മയും ദൈവത്തെ പോലെ ഇഷ്ടം, ബഹുമാനം. അച്ഛനും അമ്മയും എന്നെ ചേർത്ത് പിടിച്ച് സ്വന്തം മകളാണെന്ന് പറയുമ്പോ ഈ ഭൂമിയില് ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടി ഞാനാണെന്ന് കരുതിയിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഒരു പുരുഷനെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളൂ. അത് ഹരിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയത് ഹരിയുടെ വീട്ടില. എടുത്തു വെക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഞാൻ അറിഞ്ഞത് ആ വീട്ടില. മനസ്സ് തുറന്നു ചിരിച്ചത് എല്ലാം ആ വീട്ടില. അച്ഛൻ പറഞ്ഞ ജീവൻ കേക്കും. അച്ഛനിപ്പോ ജീവന്റെ കൂടെയല്ലേ? എനിക്കിപ്പോ ഇതിലൊന്നും പറയാൻ പറ്റില്ല മോളെ, സോറി. നീ ആരുടെ കാല് പിടിച്ച് കരയാനാ മോളെ ഇങ്ങോട്ട് വന്നത്? കരയുന്നതും സങ്കടം പറയുന്നതും ഒക്കെ മനുഷ്യത്വമുള്ളവരുടെ മുൻപിലായിരിക്കണം. മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അവരുടെയൊക്കെ സൗജന്യം പറ്റി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചത്തു കളയുന്നതാ. നീ വന്ന് അപേക്ഷിച്ചാൽ ഇങ്ങേരു മകനോട് പറഞ്ഞ് തെറ്റ് തിരുത്തിക്കോളൂന്നാണോ നീ കരുതിയത്? നേരെ നിന്നൊന്നും മിണ്ടാൻ പോലും പറ്റില്ലല്ലോ ജീവനോട്. അവന്റെ കാൽക്കൽ ചെന്ന് കിടന്ന് കിട്ടുന്നത് വാങ്ങി ഉണ്ണാനല്ലാതെ. അത്ര വലിയ ബഹുമാനമൊന്നും ഈ മനുഷ്യനോട് ഇനി കാണിക്കണം. മോൾ എന്റെ കൂടെ അകത്തേക്ക് വാ. വാ. ഈ നേരത്തോ? മോളെ, ഈ നേരത്ത് ഞാനും നീ ഒന്നിച്ചിറങ്ങിയ എന്തൊക്കെയാ സംഭവിക്കാന്ന് നിനക്കറിയില്ലേ? പിന്നെ ജീവൻ പറഞ്ഞൊരു ഭീഷണിയുണ്ടല്ലോ. നിന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയ അത് ഹരിയോടാണ് തീർക്കുകയെന്ന്. അവനത് ചെയ്യും മോളെ. ഒരു കേസിൽ അകപ്പെട്ടാൽ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ച മോളത് സഹിക്കൂ? പറ. ഞാൻ എന്താ അമ്മേ ചെയ്യണ്ട? ജീവിക്കാൻ സമ്മതിക്കില്ല. ഒന്ന് കരയാൻ പോലും സമ്മതിക്കില്ല. പണ്ടുള്ളവര് പറയാറില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുവെന്ന്. ആ വളർച്ചയിപ്പൊ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവങ്ങൾ പോലും നിശബ്ദരായി പോവും ഇതുപോലെയുള്ളവര് കൊല്ലാൻ വേണ്ടി ഇറങ്ങുമ്പോ. എന്നെ ചൊല്ലില്ല അമ്മ ഈ പ്രശ്നങ്ങള്. എത്രയോ നാള് മുന്നേ ഞാൻ അമ്മയോട് ചോദിച്ചതാ ഈ ജീവിതം അവസാനിപ്പിച്ചോട്ടെ എന്ന്. അന്ന് അമ്മയാണ് എന്നെ തടുത്തു നിർത്തിയത്. അപ്പോ അമ്മയ്ക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അച്ഛനുണ്ട്, എല്ലാത്തിനും കൂടെ ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ അച്ഛനും നമ്മളെ വിട്ടു പോയില്ലേ? മോൾക്ക് എവിടെയെങ്കിലും നിർത്തി ഭക്ഷണം വല്ലതും വാങ്ങിച്ചു കൊടുക്കണോ? വേണ്ട സാറേ, ഈ ചെയ്യുന്നത് തന്നെ വലിയ ഉപകാരം. ഏയ്, അതൊന്നും സാരമില്ല. എന്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഞങ്ങളെ അങ്ങ് അവിടെ എത്തിച്ചെന്നാ മതി സാറേ. അല്ല, ഇനി എങ്ങോട്ടാ? അവിടെ നിന്ന് എടുത്തോട്ട് സാറേ.
സാറേ ദാ അവിടെ നിർത്തിയാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്, കാറ് പോവില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് നടന്നു പൊക്കോളാം സാറേ. അല്ല, ഈ വീട്ടില് നിങ്ങൾ തനിച്ചാണോ പോകുന്നത്? അല്ല, സാറ് പൊക്കോ. അല്ല, ഇതിപ്പോ നേരെ ഒരുപാട് രാത്രിയായില്ലേ? ഇനിയിപ്പം മോളും നിങ്ങളും കൂടി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോണ്ടേ? ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. കുഴപ്പമില്ല സാറേ, എന്റെ വീട്ടുകാരുടെ അടുത്തേക്കല്ലേ, ഞാൻ പൊക്കോളാം. ഞാൻ വരാന്നേ. നിങ്ങളെന്തായാലും ഇതുവരെ എത്തിച്ചില്ലേ? നിങ്ങളെ വീട്ടിലെത്തിച്ചില്ലെങ്കിലേ എനിക്ക് ഒരു സമാധാനമില്ല. സാറേ ദാ അവിടെ നിർത്തിക്കാം. പറയൂ, ആരാ എന്റെ മോനെ തല്ലിച്ചതച്ചേ? അമ്മാവ, ഇടമോള് ഹരി ഹോസ്പിറ്റലില്ല. അവരെ കുറെ ആളുകൾ ചേർത്ത് തല്ലിച്ചതച്ചു. അയ്യോ, അതാരുടെ ആൾക്കാരാണെന്നുള്ള കാര്യത്തില് ഓക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇയാളുടെ മകന്റെ ആൾക്കാരാ.